പ്രതിപക്ഷ പാർട്ടികളുടെ കടുത്ത എതിർപ്പിനെ അവഗണിച്ചാണ് ന്യൂക്ലിയർ നിയമത്തിലെ ഭേദഗതി പാസാക്കിയത്. ദുരന്തബാധിതയിൽപ്പെടാതെ സ്വകാര്യ കമ്പനികളെ സഹായിക്കുന്നു എന്നതാണ് പ്രധാന പ്രതിപക്ഷ വിമർശനം. സ്വകാര്യ കമ്പനികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഉപാധിയാണ് ഈ ബില്ലെന്ന് എംപിമാർ കുറ്റപ്പെടുത്തി. മൻമോഹൻ സിംഗ് നേതൃത്വം നൽകിയ രണ്ടാം UPA സർക്കാരിന്റെ വലിയ നേട്ടമായി ഉയർത്തിക്കാട്ടിയ നിയമമാണ് സിവിൽ ലയബിലിറ്റി ഫോർ ന്യൂക്ലിയർ ഡാമേജ് ആക്ട്. 2010 ഈ നിയമത്തിന്റെ 4-ാം സെക്ഷനിൽ സ്വകാര്യ കമ്പനികൾ നൽകേണ്ട നഷ്ടപരിഹാരത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ആണവ ഉപകരണങ്ങൾ സ്ഥാപിക്കുമ്പോൾ അത് കൊണ്ടുവരുന്നതിനിടയിൽ എന്തെങ്കിലും അപകടം പറ്റിയാൽ ഇതിന്റെ ഉത്തരവാദിത്തവും നഷ്ടപരിഹാരവും സ്വകാര്യ കമ്പനികൾ തന്നെ വഹിക്കണമെന്ന് അടിവരയിട്ട് പറയുന്നു. എന്നാൽ പുതിയ ബില്ലിൽ ഈ ഉത്തരവാദിത്തം ബോധപൂർവം എടുത്തുകളഞ്ഞെന്ന് ചർച്ചയിൽ എംപിമാർ കുറ്റപ്പെടുത്തി. The most dangerous aspect of this bill is that it selectively omits the liability of suppliers. This is the highly objectionable, sir. അധികമായി വരുന്ന ബാധ്യത കേന്ദ്ര സർക്കാർ വഹിക്കണമെന്ന വ്യവസ്ഥയാണ് വിവാദമായത്. പൊതുഖജനാവിലെ പണം സ്വകാര്യ വ്യക്തികളുടെ വീഴ്ച പരിഹരിക്കാനായി എന്തിനുപയോഗിക്കണമെന്നതാണ് പ്രധാന ചോദ്യം. മീഡിയ 1 ഡൽഹി.